വെൽക്കം ബാക്ക്. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ഉച്ചയ്ക്കുള്ള കാര്യങ്ങളിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വെജിറ്റബിൾ ബിരിയാണി പോലെ അല്ലെങ്കിൽ പുലാവ് പോലെ തോന്നുന്നു. അതെന്തിനാണ് ഈ ഇഡലിത്തട്ടിലേക്ക് വെച്ചിരിക്കണതെന്ന് വിചാരിക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതാണ്, അപ്പോൾ ഒന്ന് ചൂടാക്കാൻ വെച്ചതാണ്. പിന്നെ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പ്രോൺസ് റോസ്റ്റാണ്. ഈ പ്രോൺസ് നമ്മൾ ലാസ്റ്റ് വ്ളോഗിലല്ല, അതിന് മുന്നേ ഒരു വ്ളോഗിൽ നമ്മൾ അമ്പലത്തിൽ പോയൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ മറീന ബീച്ചിൽ നിന്ന് കുറച്ച് മീൻ വാങ്ങി, ചെമ്മീൻ. അപ്പോൾ ആ ചെമ്മീൻ വെച്ചിട്ട് ഉണ്ടാക്കണതാണ് കേട്ടോ. എനിക്ക് 2 ദിവസം കാര്യമായിട്ടൊന്നും ഇത് ക്ലീൻ ചെയ്ത് വയ്ക്കാനൊന്നും പറ്റിയില്ല. 2 ദിവസം അത് ഫ്രിഡ്ജിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്തത്. കാരണം എൻ്റെ കൈയൊന്നും മുറിഞ്ഞിട്ട് പെട്ടെന്ന് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് വൈകിയത് കേട്ടോ. അപ്പോൾ പ്രോൺസ് റോസ്റ്റ് ഞാൻ ഇങ്ങനെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ചുമ്മാ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇത് പെരിഞ്ജീരകം ഞാൻ ആ കല്ലിലിട്ടൊന്ന് കുത്തിപ്പൊടിച്ചെടുത്തതാണ്. എൻ്റെ കയ്യിൽ എപ്പോഴും പെരിഞ്ജീരകം പൗഡർ സ്റ്റോക്ക് ഉണ്ടാവും. ഞാൻ ഒട്ടുമിക്ക കറികളിലും ഈ മസാല കറിയൊക്കെ വെക്കുമ്പോൾ പെരിഞ്ജീരകം ഉറപ്പായിട്ടും ചേർക്കാറുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ രാവിലെയൊക്കെ കറികളൊക്കെ വയ്ക്കുമ്പോൾ, ഇപ്പം ഗ്രീൻ പീസ് കറി, കടലക്കറിയൊക്കെ വെക്കുമ്പോൾ ഞാൻ മസാലപ്പൊടി അങ്ങനെ ഇടാറില്ല. ഗരം മസാലയില്ലേ, അധികം അങ്ങനെ ഇടാറില്ല. ചിലപ്പോൾ തോന്നിയ ഒരു നുള്ളിട്ടെങ്കിലായി, മിക്കവാറും ഇടാറില്ല. ഈ ഗ്രീൻ പീസ് അല്ല, പെരിഞ്ജീരകം പൊടി ഇട്ട് കഴിഞ്ഞാൽ അത് മതി. നല്ലൊരു ടേസ്റ്റുമാണ്. രാവിലെ ആ മസാല ഒന്നും കഴിക്കുന്നത് എല്ലാവർക്കും ഒന്നും അത്ര ഇഷ്ടപ്പെടില്ല, വയറിനൊന്നും അത്ര സുഖം തോന്നാറില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. എന്തായാലും ആ പൊടികളൊക്കെ ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഉള്ളി ഒന്ന് ജസ്റ്റ് വാടി വന്നപ്പോഴേക്കും ഞാനിതുപോലെ പുരട്ടി വെച്ചിരുന്നതാണ്, കഴുകി ഒക്കെ പുരട്ടി വെച്ചിരുന്നതാണ്. ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി വിനീഗർ ചേർത്തിട്ടുണ്ട് കേട്ടോ, ഒരു പുളിക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാനിത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല ഫ്രൈ പോലെ തന്നെ കിട്ടിയാണ് കേട്ടോ. ഇതിപ്പം ഈ സ്റ്റീലിൻ്റെ ഒരു പാത്രം ആയതുകൊണ്ട് ചെറുതായിട്ട് ചെമ്മീനും കൂടെ അല്ല, അപ്പോൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ പിടിച്ച പോലെ, ചെമ്മീൻ പിടിച്ചില്ല, പക്ഷേ ആ ഗ്രേവി ഒന്ന് പിടിച്ച പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അതൊരു പരിധി കൂടുതൽ നമുക്ക് ഇളക്കി എടുക്കാനും പറ്റില്ല. അപ്പോൾ ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നോൺ സ്റ്റിക്കിൻ്റെ തവയിൽ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്ന്. ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഇവിടെ വാങ്ങി വെച്ചിരിക്കുന്നത്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും പിന്നെ ഓയിൽ ഫ്രീ ആയിട്ടൊക്കെ വളരെ ലൈറ്റായിട്ട് ഓയിൽ വെച്ചിട്ട് ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കാനുമാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ ഇഞ്ചി നന്നായിട്ട് ക്ലീൻ ചെയ്ത്, വെളുത്തുള്ളി മൊത്തത്തിൻ്റെയും തോലൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, കുറച്ച് ജസ്റ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ പോകുന്ന അത്രയും തോല് പകുതി ഇതിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും അങ്ങനെയാണ് ഉണ്ടാക്കാറ്, മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ടല്ലേ ഉണ്ടാക്കാറ്. അത് അറിയില്ല കേട്ടോ, പേസ്റ്റായി വരും. അപ്പം അത് കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ ദോഷമുള്ളതായിട്ടൊന്നും എനിക്കറിയില്ല. ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ, കുറേ നാൾ മുന്നേ ഇതുപോലെ ഉണ്ടാക്കുന്നത്. നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഇതിൻ്റെ ആ തൊലിയും കൂടെ ഉണ്ടെങ്കിൽ അത് ഷെൽഫ് ലൈഫ് കൂടുതലായിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ചെയ്ത് നോക്കുമ്പോൾ എനിക്കത് എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആധികാരികത എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതാ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ പ്രോൺസ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ഒരു ഗരം മസാല ഞാൻ തൂവി കൊടുത്തിട്ടോ, വേറെ മസാലകളൊന്നും ഇട്ടിട്ടില്ല. അത്യാവശ്യം എരിവ് കുരുമുളക് പൊടിയുടെയാണ്. കളറ് കാണുന്നത് നമ്മുടെ കാശ്മീരി ചില്ലിയുടെ കളറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഇഡലിത്തട്ടിൻ്റെ ഈ പിടി ഉണ്ടല്ലോ, ആ പിടി കഴിഞ്ഞ ദിവസം ഊരിപ്പോയി. അപ്പോൾ അത് പിന്നെ അത് ടൈറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റുന്നില്ല, അതിന് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിടി വേറെ ഇടിയിക്കണം. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്, ഞാൻ എപ്പോഴും പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പിടി പോയി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത്. എന്തായാലും ഇവിടെ അടുത്ത് ഒരു കടയുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് വേറെ പിടി ഇടിയിക്കണം. പാത്രത്തിന് വേറെ ഒരു കേടുമില്ല. അപ്പം അത് പെട്ടെന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾ കഴിക്കാനെടുക്കുകയാണ്, പ്രോൺസ് റോസ്റ്റും ഒക്കെ ആയിട്ട്. ഇന്ന് രാവിലെ പുട്ടും പരിപ്പുമായിരുന്നു കേട്ടോ. ആ പരിപ്പ് ഇത്തിരി ബാലൻസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊരു ബിരിയാണി അല്ല കേട്ടോ, ഇത് വെജ് ബിരിയാണിയൊന്നും അല്ല, പുലാവാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കി വെച്ചാണ്, അപ്പം ബാലൻസ് ഉണ്ടായിരുന്നു, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ പിറ്റേ ദിവസം അങ്ങോട്ട് സുഖമായിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇത് പനീർ പുലാവാണ്. ഇവിടെ തമിഴ്നാട്ടിൽ വന്നതിന് ശേഷമാണ് ഞാനിതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. സത്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മകൾക്ക് അതിലേറെ ഇഷ്ടമാണ്. ഷൈച്ചേട്ടന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമൊന്നുമല്ല, ആൾക്ക് ചോറും കറിയൊക്കെ തന്നെയാണ് ഇഷ്ടം. എന്നാലും അവൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടും എനിക്കിഷ്ടമുള്ളത് കൊണ്ടും ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ.
അവൾക്ക് ഇതുപോലത്തെ നമ്മുടെ വെള്ള അരി ഉണ്ടല്ലോ, പൊന്നിയരി, അതിൻ്റെ ചോറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൊച്ചിന് ഇഷ്ടമുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനത് ഉണ്ടാക്കും. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് വൈകുന്നേരം ആയപ്പോഴേക്കും ഇതാ നമ്മൾ ചായ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായ ഇപ്പോൾ പാൽ ചായ വളരെ കുറവാണ് കേട്ടോ വയ്ക്കുന്നത്. എപ്പോഴും ഞാൻ കട്ടനാണ് വയ്ക്കുക. കട്ടനിൽ ചക്കരയില്ലേ, നാട്ടു ചക്കര, അതിട്ടിട്ടാണ് ഞാൻ കുടിക്കുക. ഞാനതെങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കണമെന്ന് കാണിച്ചിട്ട്, എല്ലാ ദിവസവും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഇതൊക്കെ പൊടിച്ചെടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഭയങ്കര മടിയായിരിക്കുള്ളൂ. അപ്പോൾ നമ്മളത് ഉണ്ടാക്കാതിരിക്കും. അപ്പോൾ എനിക്ക് ആ സ്വഭാവം ഉള്ളത് കൊണ്ട് ഞാൻ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള മെത്തേഡിലാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത് ദിവസവും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ പൊടിയിട്ടത് ചുക്ക് പൊടിയാണേ. ചുക്ക് പൊടി ഞാനങ്ങനെ വാങ്ങിക്കാറില്ല. ഞാൻ ചുക്ക് വാങ്ങിച്ചിട്ട് പൊടിച്ച് വയ്ക്കും. അപ്പോൾ ചുക്ക് കുറച്ച് വാങ്ങിച്ചിട്ട് ഒന്ന് ആ ഇടിക്കുന്ന കല്ലുണ്ടല്ലോ അതിൽ ജസ്റ്റ് ഒന്ന് കുത്തി ഒന്ന് ചതച്ചെടുക്കും. അല്ലെങ്കിൽ മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാൽ പൊടി ഇങ്ങനെ ഭയങ്കരമായിട്ട് സൗണ്ട് വരും, ബ്ലേഡൊക്കെ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഭയങ്കര ഹാർഡല്ലേ അത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി ചതച്ച് അതിൻ്റെ ഹാർഡ്നെസ് ഒന്ന് കുറച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കി അങ്ങ് ഇതിലേക്ക് മിക്സിയിലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും, പെട്ടെന്ന് പൊടി കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ. എന്നിട്ട് ഇതുപോലെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അത് ചായ ഉണ്ടാക്കുമ്പോൾ ഞാൻ മസ്റ്റായിട്ട് ഇടും കേട്ടോ. കാരണം ഈ പാൽ ചായ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇഞ്ചി ചതച്ചിടാനായിട്ടുള്ള ക്ഷമയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി നന്നാക്കണം, അത് പിന്നെ ചതച്ചിടണം, അപ്പം മടിയാവും. അപ്പോൾ ഇങ്ങനെ ചുക്കായിട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമ്മളത് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ചിലപ്പം ഏലക്കായ ഞാൻ പൊടിച്ചിടാറുണ്ട്, എന്നാലും ഏലക്ക പൊടിച്ചൊന്നും വെക്കാറില്ല, ആവശ്യത്തിന് മാത്രം എടുക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ ഏലക്ക വല്ലപ്പോഴും ഒക്കെ ഇടാറുള്ളൂ. ചുക്കിട്ട ചായയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഞാനും ഷൈച്ചേട്ടന് മാത്രമേ കുടിക്കുകയുള്ളൂ. പാറു ചായയും കാപ്പി അങ്ങനെ ഒന്നും കുടിക്കാറില്ല കേട്ടോ. അവൾക്കങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അവൾക്ക് അങ്ങനെ താല്പര്യവുമില്ല കേട്ടോ. നമ്മളോ എന്തായാലും ഈ ഒരു ഹാബിറ്റ് ഇങ്ങനെ മാറ്റാൻ പറ്റാതെ കൊണ്ടു നടക്കണം. അപ്പോൾ കൊച്ചുങ്ങളെ വെറുതെ ശീലിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറുതിൽ തന്നെ അവൾക്ക് ചായയും കാപ്പിയും ഒന്നും കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു ഉപകാരമായി എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഷൈച്ചേട്ടൻ ടി വി വെച്ചിട്ടുണ്ട്, അപ്പുറത്തിരുന്ന് കാണുന്നുണ്ട്, ചായയും കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അവിടെ വന്നിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെന്തെങ്കിലും ഫുഡ് ബ്ലോഗ്സ് ഒക്കെ കാണും കേട്ടോ ഫുഡ് കഴിക്കുന്ന സമയത്ത്. ചിലപ്പോൾ ന്യൂസ് ആയിരിക്കും വെക്കുക, പക്ഷേ ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് മിക്കവാറും ഫുഡ് ബ്ലോഗായിരിക്കും കാണുന്നത്. അപ്പം അത് ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. നമ്മുടെ ഇവിടെ അങ്ങനെ നമ്മുടെ നാട്ടിലെ ഭക്ഷണങ്ങളൊന്നും അധികം കിട്ടില്ലല്ലോ. അപ്പോൾ നാട്ടിലെ റെസ്റ്റോറൻറ്റ്സിനെ കുറിച്ചിട്ടുള്ള വ്ളോഗുകളൊക്കെ മിക്കവാറും കാണും. അപ്പോൾ അതൊക്കെ കണ്ട് ഞാനും ഷൈച്ചേട്ടനും കൂടെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് അങ്ങനെ കുറച്ച് നേരം ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു വീക്കെൻഡാണ്, അത് പറയാൻ മറന്നുപോയേ. അപ്പോൾ വീക്കെൻഡിൽ കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കുള്ളൂ. പരിപാടികളൊക്കെ നമുക്ക് ഇങ്ങനെ രാവിലെ തന്നെ തലകുത്തി മറിഞ്ഞ അടുക്കളയിൽ പണിത് കാര്യങ്ങളെല്ലാം തീർത്ത് പിന്നെ പാറുവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓട്ടമായിരിക്കുള്ളൂ. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. എന്നാലും വീക്കെൻഡിൽ മീനൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ കുറേ പരിപാടികളുണ്ടാവും. എന്ത് പരിപാടിയാണെങ്കിലും റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട് കേട്ടോ. ഇത്രയും ബിസി ആയിട്ടാണ് വീക്കെൻഡ് പോകുന്നതെങ്കിലും ഞാൻ മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട്. കാരണം നമ്മളെ ഫാമിലി എല്ലാവരും കൂടി ഇരുന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും സംസാരിക്കുന്നതും പിന്നെ പുറത്ത് പോകുന്നതും ഒക്കെ നമുക്കൊരു വളരെ സന്തോഷം തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചായ കുടി കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് അരച്ചു വയ്ക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എങ്ങനെയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരയ്ക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഇത് ഏകദേശം 1 മാസം വരെ എനിക്ക് ഇരിക്കാറുണ്ട് കേട്ടോ. 1 മാസം വരെ ഇരുന്ന് ഞാൻ ലാസ്റ്റ് സ്പൂണിൽ അതെടുക്കുമ്പോഴും അതിൽ ഒരു കളർ വ്യത്യാസം ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവാറില്ല. ഫ്രഷായിട്ട് അപ്പം അരച്ച പോലെ തന്നെയാണ് ഇരിക്കുക. ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഇതിപ്പം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് ഒന്ന് കഴുകിയിട്ട് ഒന്ന് ഈ ഒരു കുട്ടയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വാലാനായിട്ട് വെച്ചതാണ്. അങ്ങനെ മൊത്തം വെള്ളം അംശം പോയി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ കട്ടിംഗ് ബോർഡിൽ വെച്ച് ഇഞ്ചി ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. വെളുത്തുള്ളി ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക, എന്നിട്ട് ഇത് കട്ട് ചെയ്ത് ഈ ചെറിയ പീസാക്കി അങ്ങ് ചേർക്കുക. ആദ്യം നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം.
അപ്പോൾ ഇതിൽ വേറെ പ്രിസർവേറ്റീവ്സോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ പ്രത്യേകിച്ച് ആഡ് ചെയ്യുന്നില്ല. ആകെ ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നത് ഉപ്പോ വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ. ഒരു ഓയിലാണ്, അത് റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പും യൂസ് ചെയ്തിട്ടുള്ളത് റൈസ് ബ്രാൻഡിൽ തന്നെയാണ്. വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കാറില്ല, വെളിച്ചെണ്ണ പെട്ടെന്ന് കാറച്ചു പോകുമല്ലോ, അപ്പോൾ നമ്മുടെ ഇത് കേടാവാൻ സാധ്യതയുണ്ട്. ഇതുവരെ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. നല്ലെണ്ണ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ നല്ലെണ്ണ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രിസർവേറ്റീവ് ആയിട്ട് അങ്ങനെ അതിൻ്റെ ഒരു ഫങ്ഷൻ ചെയ്യുമെങ്കിൽ പോലും എല്ലാ ഫുഡിനും ആ നല്ലെണ്ണയുടെ ടേസ്റ്റ് നമുക്ക് പിടിക്കണമെന്നില്ല. അപ്പോൾ റൈസ് ബ്രാൻ ആകുമ്പം വേറെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല, എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ ഞാൻ റൈസ് ബ്രാനാണ് ഞാൻ ചെയ്ത സമയം തൊട്ടിട്ട് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ വെളുത്തുള്ളിയുടെ തോലില്ലേ, അതുണ്ടെങ്കിൽ പോലും അതെല്ലാം പേസ്റ്റായി പോകും കേട്ടോ. നമുക്കത് കടിക്കുകയോ അങ്ങനെ ഒന്നും വരില്ല. അപ്പം ഇതിപ്പോൾ അത്യാവശ്യം പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഓയിൽ ഒരുപാട് ഓയിൽ ഒഴിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ഇത്രയും ഓയിലേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഇത്രയും ഓയിൽ ചിലപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും ഇത്രയും ഇതിന്. അത്രയും ഒഴിച്ച് ചിലപ്പം മാക്സിമം എനിക്ക് തോന്നുന്നു 1 ടേബിൾ സ്പൂൺ കവിഞ്ഞു പോകുന്ന രീതിയിൽ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പം അത് ഒന്ന് പേസ്റ്റ് ആയി കഴിയുമ്പോൾ നല്ല പേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഒരു തരി പോലും അതിലില്ലാത്ത രീതിയിൽ നല്ല പേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മളെടുത്ത് അത് ബോട്ടിലിൽ, അത് ഒരു ഗ്ലാസ് ബോട്ടിൽ തന്നെയാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറ്. പ്ലാസ്റ്റിക് ബോട്ടിൽ മാക്സിമം ഞാൻ ഒഴിവാക്കും. അപ്പം ഈ ഗ്ലാസ് ബോട്ടിലും നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നനഞ്ഞ മിക്സി ആവരുത്. അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഡ്രൈ ആയി ഉണങ്ങിയിരിക്കുന്ന മിക്സി ജാറായിരിക്കണം കേട്ടോ. ഈ ജാറിൽ വെള്ളം ഉണ്ടെങ്കിലും ഇത് പെട്ടെന്ന് കേടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും, ഈ സ്പൂൺ ഉൾപ്പെടെ വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയിരിക്കുന്നത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന സാധനം എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കും, നമ്മൾ എടുത്തെടുത്ത് തീരുന്നത് വരെ. പിന്നെ നമ്മളെപ്പോഴും എടുക്കുന്ന സമയത്ത്, കറിയിലൊക്കെ ഇടാൻ എടുക്കുന്ന സമയത്ത് ഉണങ്ങിയ സ്പൂൺ മാത്രം ഉപയോഗിക്കുക, നനഞ്ഞ സ്പൂണിട്ട് കോരി എടുക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ 1 മാസത്തിന് മേലെ നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഫ്രിജറേറ്ററിൽ തന്നെ നല്ലതായിട്ട് സൂക്ഷിക്കാൻ പറ്റും. ഒരു കേടോ അല്ലെങ്കിൽ ഒരു കളർ വ്യത്യാസമോ, ഈ കളറ് അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. ഇപ്പം ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ഇട്ടു, ഇനി ഞാനിത് തീരാറാവുമ്പം ഈ ബോട്ടിൽ കാണിച്ചു തരാം കേട്ടോ. ഇതിന് എന്തെങ്കിലും കളർ വ്യത്യാസമോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാൻ നല്ലൊരു രീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ചാൽ നമുക്ക് അടുക്കളയിൽ ഭയങ്കര ഒരു ആശ്വാസം ഇരിക്കുള്ളൂ. അപ്പോൾ വേറെ എന്തെങ്കിലും രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രീതിയിലും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്നൊന്ന് അഭിപ്രായങ്ങൾ എന്നിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ അപ്പത്തിൻ്റെ മാവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പം അപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കുന്നത് നോ ഈസ്റ്റ്, നോ ബേക്കിംഗ് പൗഡർ, നോ ബേക്കിംഗ് സോഡ, അങ്ങനത്തെ ഒരു മാവാണ് കേട്ടോ. ഇതൊന്നും ഞാൻ ചേർക്കാറില്ല. അപ്പം നാച്ചുറലായിട്ടുള്ള നമുക്ക് കിട്ടുന്ന നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് അപ്പം ഉണ്ടാക്കുമ്പോൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ എനിക്കും ഒരു സന്തോഷമാവുമല്ലോ, ഞാൻ ചെയ്യുന്ന വീഡിയോ ആർക്കൊക്കെയോ ഉപകാരപ്പെടും എന്നുള്ളൊരു സന്തോഷം എനിക്കും കിട്ടുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ റാഗിപ്പൊടിയാണ് കേട്ടോ, 3 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ചേർത്തു. കുറച്ച് മാവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ റാഗിപ്പൊടിയും കൂടെ ചേർത്തുണ്ടാക്കുമ്പോൾ നമുക്ക് റാഗി അപ്പം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ എളുപ്പമായിട്ടുണ്ടാക്കാം. നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ബാലൻസ് ഉണ്ട്, തികയില്ല പിറ്റേ ദിവസത്തേക്ക് എന്നുണ്ടെങ്കിൽ റാഗി പൗഡർ ഉണ്ടെങ്കിൽ കുറച്ച് റാഗി പൗഡർ നമുക്ക് എന്തോരം മാവ് വേണോ അതിലങ്ങോട്ട് ചേർക്കാം. എന്നിട്ട് ഈസ്റ്റ് ഇട്ടിട്ടുള്ള മാവാണെന്നുണ്ടെങ്കിൽ പുറത്ത് വയ്ക്കരുത്, ഭയങ്കരമായിട്ട് പുളിച്ചു പോവും. അപ്പോൾ നേരെ കലക്കിയിട്ട് വേണമെങ്കിൽ ഒരു ½ ആൻ അവറൊക്കെ പുറത്ത് വെച്ചിട്ട് പിന്നെ നമ്മുടെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ എടുത്ത് ഒന്ന് കലക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തണുപ്പൊക്കെ ഒന്ന് പയ്യെ കുറഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് അപ്പം ഉണ്ടാക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും. ഇത് വെച്ചിട്ട് ഞാൻ വെള്ളയപ്പം പോലെ ചുറ്റിച്ചുണ്ടാക്കാറില്ല, ദോശക്കല്ലിൽ ഒഴിച്ചിട്ടാണ് എപ്പോഴും ഉണ്ടാക്കാറ് കേട്ടോ. ഇവിടെ എപ്പോഴും ദോശക്കല്ലിൽ ഒഴിച്ചുള്ള അപ്പമാണ് ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് എപ്പോഴും ഉണ്ടാക്കാറ്. ആദ്യമായിട്ട് കലക്കുന്ന ദിവസം ഞാൻ മിക്കവാറും മറ്റേത് തന്നെയാണ് ഉണ്ടാക്കാറ്. ഈ അപ്പച്ചട്ടിയിൽ ചുടുന്ന അപ്പം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ നോ ബേക്കിംഗ് സോഡ, നോ ഈസ്റ്റ് അപ്പം നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു വ്ളോഗിലുണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ കമൻറ്റിൽ. പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ
ഇനി എന്തായാലും വലിച്ചു നീട്ടണില്ല, നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. കീപ് സപ്പോർട്ടിങ്. ബൈ.